80% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ഇനി അന്തിമഫലം വരുമ്പോൾ അറിയാം. 16 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് ബന്ധുവായ യുവാവ് തന്നെയാണ്. സംഭവത്തിൽ മൂഴിക്കൽ സ്വദേശിനിയായ നസ്രീനിയാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ ബന്ധുവായ അദിനാൻ എന്ന യുവാവാണ് നസ്രീനിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനു ശേഷം അദിനാൻ സ്വയം ജീവനൊടുക്കി. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് ചെലവൂരിൽ 14 വയസ്സുകാരിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. 16 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് ബന്ധുവായ യുവാവ് തന്നെയാണ്. സംഭവത്തിൽ മൂഴിക്കൽ സ്വദേശിനിയായ നസ്രീനയാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ ബന്ധുവായ അദിനാൻ എന്ന യുവാവാണ് നസ്രീനിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിനു ശേഷം അദിനാൻ സ്വയം ജീവനൊടുക്കി. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവത്തെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. പോളിംഗ് ശതമാനം പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 78.27% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കുന്ദമംഗലം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. റാന്നിയാണ് ഏറ്റവും പിന്നിൽ. കുന്നത്തുനാടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ മണ്ഡലം. തിരുവനന്തപുരം നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 78.27% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. കുന്ദമംഗലം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 84.83%. 68.99% പോളിംഗ് രേഖപ്പെടുത്തിയ റാന്നിയാണ് ഏറ്റവും പിന്നിൽ. കുന്നത്തുനാടാണ് 84.09%, ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ മണ്ഡലം. 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗാണ് സംസ്ഥാനത്ത് ഇത്തവണ രേഖപ്പെടുത്തിയത്. 1987 80.54% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം ഉയർന്നത് എന്തിന്റെ സൂചനയാണെന്ന് മെയ് 4 മാത്രമേ വ്യക്തമാകൂ. ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയെന്ന UDFും NDAയും ഭരണ തുടർച്ചയ്ക്കുള്ള പിന്തുണയെന്ന LDFും പ്രതീക്ഷിക്കുന്നു. SARും ഒരു കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ബൂത്ത് തലത്തിലുള്ള പോളിംഗ് ശതമാനം പുറത്തുവന്നിട്ടില്ല. പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. കണക്കുകൾ പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിശദമായ കണക്കുകൾ പുറത്തുവിടാത്തതിനെ തുടർന്നാണ് സതീശൻ കമ്മീഷന് കത്തയച്ചത്. എന്നാൽ കമ്മീഷൻ നേരത്തെ പുറത്തുവിട്ട അന്തിമ കണക്കിൽ ഇപ്പോഴും മാറ്റമില്ല. 78.27% പോളിംഗ് നടന്നെന്നായിരുന്നു കമ്മീഷൻ നേരത്തെയും വ്യക്തമാക്കിയത്. കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഓരോ ബൂത്തിലെയും കണക്കുകൾ പാർട്ടി ഏജന്റ്മാർക്ക് നൽകിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ജനനായകൻ എന്ന സിനിമ ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തമിഴ്നാട് അഴിമതി കലർന്ന സംസ്ഥാനമായി മാറി. സംസ്ഥാനത്ത് കടബാധ്യത വർദ്ധിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ അവർ അഭിപ്രായപ്പെടുന്നത് തമിഴ്നാട് ഭരിക്കുന്നത് അഴിമതി നിറഞ്ഞ സർക്കാരാണ് എന്നാണ്. തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അഴിമതി എന്നാണ് ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയ്ക്കും TVKയ്ക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നും നടനും BJP നേതാവുമായ ശരത് കുമാർ. മത്സരം നടക്കുന്നത് NDAയും DMKയും തമ്മിലാണ്. ഇരു മുന്നണികളുടെയും വോട്ടുകൾ ഒരുപക്ഷെ വിജയ് നേടിയേക്കാമെന്നും ശരത് കുമാർ പ്രതികരിച്ചതായി മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ജനനായകൻ എന്ന സിനിമ ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തമിഴ്നാട് അഴിമതി കലർന്ന സംസ്ഥാനമായി മാറി. സംസ്ഥാനത്ത് കടബാധ്യത വർദ്ധിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ അവർ അഭിപ്രായപ്പെടുന്നത് തമിഴ്നാട് ഭരിക്കുന്നത് അഴിമതി നിറഞ്ഞ സർക്കാരാണ് എന്നാണ്. തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അഴിമതി എന്നാണ് ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത്. അതു മാറണം. കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് 11 വർഷത്തേക്ക് 11 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ പണം വന്നിട്ടില്ല എന്നാണോ പറയുന്നത് എന്നും ശരത് കുമാർ ചോദിച്ചു. ഈ ഭരണത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന്, മദ്യപാനവും വർദ്ധിച്ചു. ഭരണം മുന്നണി വാഗ്ദാനം ചെയ്തതൊന്നും തന്നെ പാലിച്ചിട്ടില്ല. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ഒരു സർക്കാർ തിരിച്ചുവരണമെങ്കിൽ ജനാധിപത്യ സഖ്യം വിജയിക്കണം. നമ്മുടെ സഖ്യം വിജയിക്കുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം മികച്ചതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടെണ്ണലിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഇതിനിടെ വിക്കിപീഡിയയിൽ VD സതീശനെ ആരോ മുഖ്യമന്ത്രിയാക്കി.
ചിലർ ഫേസ്ബുക്കിൽ UDF മന്ത്രിസഭയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. തിരുവനന്തപുരം മെയ് 4 നടക്കുന്ന വോട്ടെണ്ണൽ വരെയുള്ള കാത്തിരിപ്പിന് അല്പം ദൈർഘ്യം കൂടുതലാണ്. കൂട്ടലും കിഴിക്കലുമായി മുന്നോട്ടു പോവുകയാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിടിപ്പും കൂടുതലാകാം. 10 വർഷത്തിനു ശേഷം അധികാരത്തിലെത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. പോളിംഗ് ശതമാനം കൂടിയത് ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 100-ലേറെ സീറ്റുകൾ നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം. തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് LDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും LDF 3.0 സാധ്യമാകുമെന്നും ഇടത് നേതാക്കൾ പറയുന്നു. ഭരണവിരുദ്ധ വികാരമില്ലെന്നും പോളിംഗ് കൂടിയത് SIR മൂലമാണെന്നും അവർ വാദിക്കുന്നു. ഇത്തവണ മികച്ച റിസൾട്ട് ഉറപ്പെന്നാണ് NDAയുടെ നിരീക്ഷണം. 2 സീറ്റുകളിൽ വിജയം ഉറപ്പാണ്. മറ്റു 10 മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ടെന്നും NDA കണക്കുകൂട്ടുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ സ്വന്തം നിരീക്ഷണങ്ങൾ പങ്കുവച്ച് 3 മുന്നണികളുടെയും പ്രവർത്തകരും സജീവമാണ്. UDF മന്ത്രിസഭ വോട്ടെണ്ണലിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. എക്സിറ്റ് പോളുകൾ പോലും ഏപ്രിൽ 29 ശേഷം പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഇതിനിടെ വിക്കിപീഡിയയിൽ VD സതീശനെ ആരോ മുഖ്യമന്ത്രിയാക്കി. അതുകൊണ്ടും തീർന്നില്ല, ചിലർ ഫേസ്ബുക്കിൽ UDF മന്ത്രിസഭയും രൂപീകരിച്ചിട്ടുണ്ട്. UDF പ്രവർത്തകർ അവരുടെ പ്രതീക്ഷകളായും ഇടത് സൈബറിടങ്ങൾ ട്രോളുകളായും പ്രചരിപ്പിച്ചതോടെ UDF മന്ത്രിസഭയെക്കുറിച്ചുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നും AP അനിൽകുമാർ സ്പീക്കറാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ പോസ്റ്റിലെ അവകാശവാദം. PC വിഷ്ണുനാഥും ചാണ്ടി ഉമ്മനുമടക്കം 21 പേർ ഈ വൈറൽ വെർച്വൽ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകളെ അനുകൂലിച്ചും പരിഹസിച്ചും നിരവധി പേരാണ് കമന്റുകൾ ചെയ്യുന്നത്. വെർച്വൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ: മുഖ്യമന്ത്രി VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, K മുരളീധരൻ, അൻവർ സാദത്ത്, VP സജീന്ദ്രൻ, ബിന്ദു കൃഷ്ണ, M വിൻസെന്റ്, M ലിജു, ചാണ്ടി ഉമ്മൻ, PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, മോൻസ് ജോസഫ്, അപ്പു ജോൺ ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, KK രമ, മാണി C കാപ്പൻ. 2011 BJPയുടെ തന്നെ പ്രബല നേതാവായിരുന്ന O രാജഗോപാലിനോടേറ്റുമുട്ടിയപ്പോൾ അന്ന് നേടിയ ഭൂരിപക്ഷം 6415 വോട്ടായിരുന്നു. എന്നാൽ 2016 മണ്ഡലം പിടിച്ചെടുത്ത് O രാജഗോപാൽ നേടിയത് 8671 വോട്ടുകളുടെ ഭൂരിപക്ഷം. 2016 വീണ്ടും V ശിവൻകുട്ടിക്ക് മണ്ഡലം തിരികെ കിട്ടി. എന്നാൽ 2011 ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു അത്. 3949 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം. 2466 വോട്ടുകളുടെ കുറവ് ഭൂരിപക്ഷത്തിൽ വന്നു. ഇത്തവണ അത് 5000-ലേക്കെത്തുമെന്നാണ് V ശിവൻകുട്ടിയുടെ ആത്മവിശ്വാസം. കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത്? LDFിലെ V ശിവൻകുട്ടിക്ക് പുറമെ BJPക്കായി രാജീവ് ചന്ദ്രശേഖരും UDFിനായി KS ശബരീനാഥനും മത്സരത്തിനെത്തുകയാണ്. മറ്റൊരു വശം നോക്കിയാൽ 2 ടേമുകളിൽ UDFിനായി N ശക്തൻ വിജയിച്ചതൊഴിച്ചാൽ UDFിന് 2016-ലും 2021-ലും ഒരു ശക്തനായ സ്ഥാനാർത്ഥി നേമത്തുണ്ടായിട്ടില്ല. ഇത്തവണ ശബരീനാഥൻ വരുമ്പോൾ ആ പ്രശ്നവും മാറുകയാണ്. നിലവിൽ തിരുവനന്തപുരം നഗരസഭാ അംഗമാണ് ശബരീനാഥൻ.